ഹലോ സുഹൃത്തേ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് നവംബർ 12 ബുധൻ. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ഒരുവൻ ഈശോയുടെ മുമ്പിലെടുത്തിട്ട് ചോദിക്കുകയാണ്, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഈശോ പ്രമാണങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞിട്ട് അവനോട് പറയാം, നിനക്ക് ഒരു കുറവുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കണം, അതിനുശേഷം വന്ന് എന്നെ അനുഗമിക്കുക. ആ മനുഷ്യൻ വളരെ സങ്കടത്തോടു കൂടി തിരിച്ചുപോയി എന്ന് പറയാം. ഇവിടെ പത്രോസ് ഈശോയോട് ഒരു കാര്യം പറയാണ്, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. അത് പറയുന്നതിന് ധ്വനി ഞങ്ങൾക്ക് എന്നാ കിട്ടും എന്നുള്ളതാ. പത്രോസിന്റെ വാചകം ഒന്ന് എടുത്തു നോക്കി, എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിച്ചിരിക്കുന്നു. എത്ര തൻ്റെ അടുത്തോടു കൂടി പറയുക. ഈശോ അവനെ കടൽക്കരയിൽ നിന്ന് പൊക്കിക്കൊണ്ട് വന്നതാ. അവൻ പറയാ, ഞാൻ എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു. അവൻ ആത്മാർത്ഥതയോട് പറയുക. ഈശോയ്ക്ക് അത്രമാത്രം വില അവൻ കൊടുത്തു എന്നാ പറയുക. ഈശോ 2 വാഗ്ദാനങ്ങൾ കൊടുക്കുക. ഈശോയെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ എന്തൊക്കെ ഈ ലോകത്തിൽ ഉപേക്ഷിക്കുന്ന 100 ഇരട്ടി ഈ ലോകത്ത് തന്നെ വെച്ച് കിട്ടും, വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. അപ്പൊ ഈ ലോകത്തിലും നീ അനുഗ്രഹിക്കപ്പെടും, വരാനിരിക്കുന്ന കാലത്തിലും അനുഗ്രഹിക്കപ്പെടും. സുഹൃത്തെ, ഈശോയ്ക്ക് വേണ്ടി നീ എന്തൊക്കെ വില കൊടുക്കുവാനായിട്ട് തയ്യാറാകുന്നു, സ്വർഗം അതിന് ഇരട്ടി വില നിനക്ക് തരുന്ന, ഈ ലോകത്തിൽ തന്നെ നിനക്ക് അനുഭവിക്കാൻ പറ്റും. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവൻ നിന്നെ നോക്കിയിരിക്കുക. ഏറെക്കാലമായില്ലേ നീ കർത്താവിൻ്റെ കൂടെ കൂടിയിട്ട്, കർത്താവിൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് ജീവിതത്തെ ഒന്ന് 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 പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കാം. എത്രത്തോളം നീ ക്രിസ്തുവിനെ പ്രതി ത്യാഗങ്ങൾ എടുക്കുന്നുണ്ട്, എത്രത്തോളം കാര്യങ്ങൾ പരിത്യജിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ട്. നീ സ്വർഗത്തിനൊരു വില കൊടുത്താൽ സ്വർഗം അതിൻ്റെ 100 ഇരട്ടി വില നിനക്ക് തരും. ഈ പത്രോസ് പറഞ്ഞു എന്ന് നോക്കി, എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിക്കുന്നു. എത്രമാത്രം ആത്മാർത്ഥതയോടെ പറഞ്ഞ്. നീ ക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് ഒന്ന് ആത്മാർത്ഥത കൊണ്ട് ചിന്തിക്കണം. ഏതെങ്കിലുമൊക്കെ ശക്തികൾ, ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ, ഏതെങ്കിലുമൊക്കെ വസ്തുക്കൾ നിന്നെ പുറകോട്ട് വലിക്കുന്നുണ്ടോ? ഈ സ്നേഹത്തിൽ നിന്ന് ഉണ്ടെങ്കിൽ അത് നിനക്ക് പരിത്യജിക്കുവാനുള്ള, വിട്ടുകളയാനുള്ള മേഖലകളാണ് അത് കാണിച്ചു തരിക. തള്ളിക്കളയുക. സ്വർഗമാ വലുത്, ക്രിസ്തുവാ വലുത്. വില കൊടുക്കേണ്ടവന് വില കൊടുക്കുക. തീർച്ചയായിട്ടും അവൻ തിരിച്ച് നിനക്ക് വില തരും. ഈ വില അനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ഈ ചങ്ങാതിയെ സമർപ്പിക്കുകയാണ്. നിനക്ക് വില നൽകുവാനായിട്ട്, മറ്റെല്ലാം തള്ളിക്കളയുവാനായിട്ട് എൻ്റെ ചങ്ങാതിയെ സഹായിക്കണമേ. ആമേൻ.